ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്ടറേഷൻ ചെയ്ത് നൽകുന്നു. കൂടാതെ വിശാലമായ കാർ പാർക്കിംഗും ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസും ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ഫോൺ നമ്പർ 0488420832 813-800-0322. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റ്. അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. കാരണം ഏത് സമയവും യുദ്ധം പുറപ്പെടാം എന്നുള്ള, അല്ലെങ്കിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു സമാധാനത്തിൻ്റെ സന്ദേശവുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഏകദേശം 26ഓളം വിനോദസഞ്ചാരികൾ, അതായത് അവർ യുദ്ധത്തിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിലൊന്നും പ്രശ്നങ്ങളില്ല എന്നുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് വളരെ കാശ്മീർ എന്ന് പറയുന്ന നമ്മുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ആ ഒരു സ്വർഗം പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അയൽ രാജ്യത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏതൊരു രാജ്യവും ഇന്ന് ന്യൂനപക്ഷങ്ങൾ പ്രോസിക്യൂഷനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചേലക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. അവരിപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ വ്യാപാരം അഭിവൃദ്ധിപ്പെട്ടു വരുന്നു, അതുപോലെ തന്നെ വിനോദവും അതുപോലെ തന്നെ ടൂറിസവും അഭിവൃദ്ധിപ്പെട്ടു വരുന്നു. അത് സാമ്പത്തികമായി ഉയർന്നു വരുന്നു. സമാധാനപരമായി ജീവിക്കുന്ന ആ ജനതയ്ക്ക് മുമ്പിലെ ഭീകരര്, പാകിസ്ഥാനിൽ വന്ന കൊടും ഭീകരര് 26 പേര് നിറനെഞ്ചിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് കൊല്ലപ്പെടുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആ കൊല്ലപ്പെട്ടതിനൊരു പ്രതിഷേധം ആയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഭീകരർക്ക് മതമില്ല, ജാതിയില്ല, അതുപോലെ തന്നെ അവർക്ക് രാജ്യത്തെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ചേലക്കരയിൽ മെഴുകുതിരി കത്തിച്ച് അനുശോചിച്ചു. പ്രശസ്ത സിനിമാ സംവിധായകനും അവതാരകനുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര പ്രസിഡന്റ് അപ്പു, സെക്രട്ടറി ഗീവർ, ഗജാൻജി, ഹംസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യൻ ജനത, കാരണം നമുക്ക് പേപ്പറിൽ കൂടി മറ്റും കാണാൻ സാധിക്കും, അനേകം അവിടുത്തെ വിനോദസഞ്ചാരികളെ ആ കാശ്മീരിലുള്ള മുസ്ലിം സഹോദരങ്ങളാണ് സംരക്ഷിച്ച് അവരുടെ ഭവനത്തിലേക്കും വഴി കാണിച്ചു കൊടുത്ത് പോകുന്നത് കേൾക്കുമ്പോൾ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സഹോദരി പറഞ്ഞത്, എനിക്ക് 2 സഹോദരന്മാർ കിട്ടിയെന്നാണ്. ഒരു ഭീകരാക്രമണത്തിൽ 10-29 പേര് നഷ്ടപ്പെട്ടിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായി, ഇന്ത്യൻ ജനത, അത് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, ഇത് ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്, ഇവിടെ ആരാക്രമിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ഒരു ശബ്ദം കൂടി കൊടുക്കുവാൻ നമുക്ക് പാകിസ്ഥാന് സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം. കാരണം പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തെല്ലാം കുതന്ത്രങ്ങളെ ഭീകരരെ കൊണ്ട് ഒപ്പിച്ചാലും. CCV ന്യൂസ്, ചേലക്കര.